അസ്സലാമു അലൈക്കും. നമസ്കാരം ഗൈസ്, ഞാൻ തൻസീർ. ഞാൻ പിന്നെയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് 10 വർഷം പഴക്കമുള്ള ഡൽഹി വണ്ടികൾക്ക് NOC കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ചില ആൾക്കാർക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഇപ്പം എല്ലാവരും ഡൽഹിയിൽ വന്നിട്ടാണ് ഹരിയാന, UP, പഞ്ചാബ്, UK, CH, CG എന്നീ രജിസ്ട്രേഷനുള്ള വണ്ടികൾ കൂടുതലും ഡൽഹി വന്നിട്ടാണ് എടുത്ത് കൊണ്ടുപോകുന്നുള്ളത്. കാരണം ഡൽഹി ഒരു കച്ചവടത്തിന്റെ ഒരു കേന്ദ്രമാണ്. ഡൽഹിയിലാണ് ഈ വണ്ടികൾ മൊത്തം ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നുള്ളത്. അപ്പൊ എല്ലാ സ്റ്റേറ്റിലെ വണ്ടികളും ഇവിടെ ഡൽഹിയിൽ ഉണ്ട്. അപ്പം ചില ആൾക്കാർ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തൻസീർ ഭായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു വണ്ടിക്ക് NOC കിട്ടുന്നില്ലല്ലോ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക്. അപ്പം ഇനിയിപ്പോൾ വണ്ടികൾ എങ്ങനെയാ എടുക്കുക? പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല കേട്ടോ. ഡൽഹി DL രജിസ്റ്റേർഡ് വണ്ടികൾക്ക് മാത്രമാണ് NOC കിട്ടാതെ ഉള്ളത്. അതും 10 വർഷത്തിന് താഴെയുള്ള വണ്ടികൾക്ക്. ബാക്കിയുള്ള ഹരിയാന, UP, UK, പഞ്ചാബ്, CG, CH, രാജസ്ഥാൻ എന്നീ വണ്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഡോക്യുമെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി സ്റ്റേറ്റിലെ വണ്ടികൾക്ക് NOC കിട്ടുന്നുണ്ട്. അതിനൊന്നും യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോ ഒരുപാട് പേര് പിന്നെയും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്നെ അറിയുന്നതോ അറിയാത്ത ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. വണ്ടികൾ NOC കിട്ടില്ലല്ലോ, അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാ വണ്ടികൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊന്നും പേടിക്കണ്ട കേട്ടോ. ഡൽഹി വണ്ടികൾക്ക് മാത്രം കിട്ടാതെ ഉള്ളത്. ബാക്കി ഒരു സ്റ്റേറ്റിലെ വണ്ടികൾക്കും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. ഒരുപാട് പേര് നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നായാലും ഒക്കെ ഡൽഹിയിൽ വന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു ഉപയോഗപ്രദമായിട്ടുള്ള ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള കറക്റ്റ് മറുപടി റിപ്ലൈ തിരിച്ചയക്കാം. ഓക്കെ.